So, welcome to day 18. Let's start the initial relaxation. കണ്ണടകളെല്ലാം മാറ്റിവെച്ച് സ്വസ്ഥമായി സുഖമായി ഇരിക്കുക. നമ്മൾ ആ ഇരിക്കുന്ന ഇരിപ്പിടം ഒന്ന് അറിയുക. നമ്മുടെ സ്കിൻ കൊണ്ട്, മസിൽസ് കൊണ്ട്. നമ്മൾ ഇരിക്കുന്ന ആ ഇരിപ്പിടം സുഖമായി അറിയുക. ഏറ്റവും സ്വസ്ഥമായി അവനവന്റെ ശരീരത്തിനെ വെക്കുക. And observe your whole body from head to toe. തല മുതൽ കാല് വരെ ഒബ്സർവ് ചെയ്യുക. ഉച്ചി, തലയുടെ ഏറ്റവും ക്രൗൺ ഭാഗം, അതങ്ങനെ ഫീൽ ചെയ്യുക. അവിടെ നിന്ന് മെല്ലെ മുഴുവൻ തലയും ശ്രദ്ധിക്കുക. തലയുടെ മുകൾ ഭാഗം, സൈഡ്സ്, ബാക്ക് സൈഡ് എല്ലാം ശ്രദ്ധിക്കുക. തല മുഴുവനായി അറിയുക. അവിടുന്ന് മെല്ലെ ശ്രദ്ധ നെറ്റിയിലേക്ക് കൊണ്ടുവരിക. മെല്ലെ ശ്രദ്ധ രണ്ട് പിരികങ്ങളിലേക്ക് കൊണ്ടുവരിക. ആ പിരികങ്ങളിലെ ഓരോ രോമവും ഇങ്ങനെ ആ രോമകൂപങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒബ്സർവ്. എത്രമാത്രം ഡീറ്റെയിൽസിലേക്ക് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നുണ്ട്. Experiment with yourself. That's our courage. Left and right, രണ്ട് പിരികങ്ങൾ. എത്രമാത്രം അതിലെ ഓരോ രോമകൂപങ്ങൾ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. രണ്ട് പിരികങ്ങളും ഒരേപോലെ അറിയാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഒബ്സർവ് ചെയ്യുക. മെല്ലെ ശ്രദ്ധ ഭ്രൂമധ്യത്തിലേക്ക് നൽകുക. അവിടെ നിന്ന് രണ്ട് കണ്ണുകൾ, അടഞ്ഞിരിക്കുന്ന ആ കൺപോളകൾക്കകത്തുള്ള കണ്ണിന്റെ ക്വാളിറ്റി അറിയുക. അവിടെയുള്ള ആ അനുഭവം എന്താണ്? കണ്ണിന് ചൂടുണ്ടോ, തണുപ്പാണോ, ഇതൊക്കെ ഒന്നറിയുക. മൂക്ക്, മൂക്കിന്റെ അറ്റം അറിയാൻ ശ്രമിക്കുക. മൂക്കിന്റെ അറ്റം. മൂക്കിന്റെ അകഭാഗം, ശ്വാസം ഇങ്ങനെ സ്പർശിച്ചു പോകുന്ന മൂക്കിന്റെ അകഭാഗം ഒക്കെ അറിയാൻ ശ്രമിക്കുക.
നമ്മുടെ ശരീരത്തിന്റെ എത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ജസ്റ്റ് ട്രൈ. ഇടത്തെ കവിൾ, വലത്തെ കവിൾ, upper lip, lower lip, വായ്ക്കകം, നാക്കിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. പല്ലുകൾ, മോണകൾ ഒക്കെ ഒന്ന് അറിയുക. അവിടുന്ന് ശ്രദ്ധ 2 ചെവികളിലേക്ക് നൽകുക. മെല്ലെ ശ്രദ്ധ തൊണ്ടയ്ക്കകത്തൂടെ, അതിന് പുറകിൽ കഴുത്തിലൂടെ ശ്രദ്ധ അങ്ങനെ മെല്ലെ ഇറങ്ങട്ടെ ഷോൾഡേഴ്സിലേക്ക്. ഇടത്തെ തോള്, വലത്തെ തോള്, ഇടത്തെ കൈ, അപ്പർ ആം, എൽബോ, ലോവർ ആം, ഹാൻഡ്, വിരലുകൾ, വിരലിന്റെ അറ്റം വരെ. എല്ലാം മുഴുവനായി അറിയുക. മെല്ലെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധ. അപ്പർ ആം, എൽബോ, ലോവർ ആം, കൈ മുഴുവനായും, ഫിംഗേഴ്സ്, വിരലുകൾ മുഴുവനായും. മെല്ലെ ശ്രദ്ധ നെഞ്ച്, നെഞ്ചിനകം, അവിടെയുള്ള പടപടപ്പറിയുക. മുഴുവൻ നെഞ്ച് ഒബ്സർവ് ചെയ്യുക. അവിടെയുള്ള കൊച്ചു കൊച്ചു സെൻസേഷൻസ് ഉൾപ്പെടെ. മെല്ലെ ശ്രദ്ധ ഡയഫ്രത്തിലേക്ക് നൽകുക. നെഞ്ചിനും വയറിനും മധ്യത്തിലുള്ള ഡയഫ്രം. ശ്രദ്ധ ഡയഫ്രത്തിന് നൽകുക. മെല്ലെ താഴോട്ട് ശ്രദ്ധ വയറിന്റെ ഭാഗത്തേക്ക്. അപ്പർ അബ്ഡമൻ, പൊക്കിള്, ലോവർ അബ്ഡമൻ, അങ്ങനെ മുഴുവൻ വയറും. വയറിനകം ഒക്കെ ഒന്ന് അറിയുക.
അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു സെൻസേഷൻസ് ഒക്കെ അറിയാൻ ശ്രമിക്കുക. എത്ര ഡെപ്തിൽ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതൊന്ന് അറിയുക. മെല്ലെ ശ്രദ്ധ മുതുകിന് നൽകാം. upper back, middle back and lower back. നട്ടെല്ല് മുഴുവനായും ഒക്കെ അറിയുക. ശരീരത്തിന്റെ വശങ്ങൾ, ശ്രദ്ധ അങ്ങനെ മുതുകിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ട് ഒഴുകുന്നു. ലോവർ ബാക്ക് വരെ. മെല്ലെ ശ്രദ്ധ മുഴുവൻ ഹിപ്പ് ഏരിയയിലേക്ക് നൽകുക. ഇടുപ്പ്, അരക്കെട്ട് മുഴുവനായും ശ്രദ്ധ അവിടേക്ക് നൽകുക. മെല്ലെ താഴോട്ട് ജെനിറ്റൽസ്, ബട്ടക്സ്, രണ്ട് തുടകൾ മുഴുവനായും ശ്രദ്ധിക്കുക. തുടകളുടെ വശങ്ങൾ, താഴെ ഇരിപ്പിടത്ത് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം എല്ലാം. അവിടെ നിന്ന് മെല്ലെ രണ്ട് മുട്ടുകളിലേക്ക്. രണ്ട് മുട്ടുകളും ശ്രദ്ധിക്കാം. മുട്ടിനകവശം, മുട്ടിന്റെ കീഴ്ഭാഗം ഒക്കെ അറിയുക. കാഫ് മസിൽസ്, ഇടത്തെ കാഫ് മസിൽസ്, വലത്തെ കാഫ് മസിൽസ്. അവിടെ നിന്ന് താഴോട്ട് ഇടത്തെ ആങ്കിൾ, വലത്തെ ആങ്കിൾ. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ച്, കൊച്ചു കൊച്ചു കാര്യങ്ങളും കൊച്ചു കൊച്ചു സെൻസേഷൻസും ഒക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ശ്രദ്ധ അങ്ങനെ കാഫ് മസിൽസിലൂടെ, ആംഗിൾസിലൂടെ മെല്ലെ പാദത്തിലേക്ക്. ഉപ്പൂറ്റി, പാദത്തിന്റെ നടുക്കുവശം, കാൽവിരലുകൾ എല്ലാം. ശരീരം മുഴുവൻ സ്വസ്ഥമായിരിക്കുന്ന അറിയുക. നമ്മൾ ഇരിക്കുന്നിടത്ത് ശരീരത്തിനെ ഏറ്റവും സ്വസ്ഥമായി വെറുതെ വിടുക, അനുവദിക്കുക. നമുക്കിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല, എങ്ങോട്ടും പോവാനില്ല. Just be there. Totally in relaxation. ഏറ്റവും സ്വസ്ഥമായ ശാന്തമായ അവസ്ഥയിൽ ആ ശരീരത്തിനെ ഒരു സഞ്ചി പോലെ ആ ഇരിപ്പിടത്തിൽ അങ്ങനെ വിടുക.
ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ശ്രദ്ധ പാദങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ പാദങ്ങൾ കൊണ്ട് നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇത്രയും വർഷങ്ങൾ ഏറ്റവും രസകരമായ എവിടെയെല്ലാം പോയി, എവിടെയൊക്കെ നടന്നു, ഏതെങ്കിലും മെമ്മറി വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മളിങ്ങനെ പാദം ടച്ച് ചെയ്ത് നടന്ന്, ചില കരിങ്കൽ പാതകളാവാം, ഗാർഡൻ ആവാം, പുൽത്തകടികളാവാം, ബീച്ച് ആകാം, എനിത്തിങ്. ആ പാദം സ്പർശിച്ചിട്ടുള്ള ഏറ്റവും രസകരമായ കാര്യങ്ങൾ. പാദത്തിലെ ഓരോ കോശങ്ങളിലെ ആ ഓർമ്മകളുണ്ട്. അതിലേത് ഓർമ്മയാണ് പെട്ടെന്ന് വരുന്നതെന്ന് അറിയാൻ നോക്കുക. സ്പോണ്ടേനിയസ്ലി എന്ത് വരുന്നു അതിനെ വെറുതെ ആസ്വദിക്കുക. ആദ്യമായൊരു ഷൂസ് ഇട്ടതായിരിക്കാം, ഏറ്റവും ആശിച്ച് മേടിച്ചൊരു ചെരുപ്പിട്ടതായിരിക്കാം. ആ കാലിന്റെ കോശങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അവ ഏത് മെമ്മറിയാണ്, ഏറ്റവും രസകരമായ ഏത് മെമ്മറിയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കൂ. നമ്മുടെ ആ കാലിലെ വിരലുകൾ കുത്തി, പാദം കുത്തി ആഞ്ഞ് നമ്മൾ ഊഞ്ഞാലാടിയതാകാം. പെഡലുകളിൽ ബലം കൊടുത്ത് നമ്മൾ സൈക്കിൾ ചവിട്ടിയതായിരിക്കാം. ആദ്യമായി അത് പഠിച്ചത്. എന്തെല്ലാം മെമ്മറീസ് ആണ് നമ്മുടെ കാലുകളിലുള്ളത്, പാദങ്ങളിൽ. മെല്ലെ ശ്രദ്ധ ആങ്കിളിലേക്ക് കൊണ്ടുവരിക. ആങ്കിൾസ്. അവിടെ എന്തെങ്കിലും മെമ്മറീസ് ഉണരുന്നുണ്ടോ എന്ന് നോക്കുക. കളികൾക്കിടയിൽ എന്തെങ്കിലും മുറിവ് പറ്റിയതാവാം, ആദ്യമായി ഒരു പാദസരം ഇട്ടതാകാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആങ്കിളിലും പാദങ്ങളിലും സ്പർശിച്ച് അനുഗ്രഹം മേടിച്ചതാകാം. അവരുടെ ആ ടച്ച്. ലോട്ട് ഓഫ് മെമ്മറീസ്. നമ്മുടെ ഓരോ കൊച്ചു കോശങ്ങളും ഒരു സ്റ്റോർ ഹൗസ് ആണ്. കാഫ് മസിൽസ്, കുസൃതി കാണിച്ച് അടി മേടിച്ചിട്ടുണ്ട്. സോക്സ് ഇരുന്ന് ഇറുകി നമ്മൾക്ക് ഒരുപാട് ചൊറിഞ്ഞിട്ടുണ്ട്.
തൈസിന്റെ കീഴ്ഭാഗം, കാഫ് മസിൽസ്, ഉപ്പൂറ്റിയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ കാല് നീട്ടി ഇരുന്നിട്ടുണ്ടാവും. പുല്ലിൽ ഫാമിലിയുമായി അങ്ങനെ പോയപ്പോൾ അങ്ങനെ കാല് നീട്ടിയിരുന്ന് ആ മണ്ണ് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സ്പർശിച്ച സമയങ്ങൾ, ബട്ടക്സ്, തൈസ്, കാഫ് മസിൽസ് ആൻഡ് ഉപ്പൂറ്റി വരെ, കാലിന്റെ കീഴ്ഭാഗം, പുറകുഭാഗം. യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത സ്ട്രെച്ചസ്, നമ്മുടെ മുട്ടുകൾ, നമ്മൾ മല കയറാനും കയറ്റത്തിലും ഇറക്കത്തിലും ഒക്കെ ആയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ കൂടെ നിന്ന് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കളികൾക്കിടയിൽ വീണ് നമുക്ക് മുട്ടുപൊട്ടിയിട്ടുണ്ട്. അത് വലിയ ഗമയോടെ നമ്മൾ കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ട്. മെല്ലെ അപ്പുറത്തായി തുടകൾ. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായ കൊച്ചു കുഞ്ഞിനെ മുതിർന്ന ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ കുട്ടികളാവാം, കസിൻസിന്റെ ആവാം, ബന്ധു വീട്ടിൽ പോയപ്പോ അവർ ആദ്യമായി ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മുടെ മടിയിൽ വെച്ച് തന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം മടിയിൽ വെച്ച് കളിച്ചത്, നമ്മുടെ സ്വന്തം കുഞ്ഞിനെ മടിയിൽ ഏറ്റുവാങ്ങിയത്, അവിടെ കിടത്തി ഉറക്കിയിട്ടുള്ളത്, മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ പലതും. എന്തെല്ലാം കുട്ടികളൊക്കെ മടിയിൽ തലവെച്ച് ഉറങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ സ്പോണ്ടേനിയസ് ആയി അങ്ങനെ വന്നു നിറയുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് തുടക്കം ശ്രദ്ധിക്കുമ്പോൾ അതറിയുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലയണ കെട്ടിപ്പിടിച്ചിറങ്ങിയത് നെഞ്ചത്ത് ചേർത്ത്. അതൊരു കളിപ്പാട്ടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞായിരിക്കാം. നെഞ്ചോട് ചേർത്ത് ഉറക്കിയിട്ടുള്ളത്, നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഷോൾഡേഴ്സ്, മുതുക്, കുഞ്ഞുങ്ങളെ നമ്മൾ ആന കളിപ്പിച്ചിട്ടുള്ളത്, തോളത്തെടുത്ത് നടന്നിട്ടുള്ളത്,
ഞാൻ പറയുന്നതും പറയാത്തതുമായ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ മൊമെന്റ്സ് ഉണ്ടാകും. നമ്മുടെ കൈകൾ, വിരലുകൾ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കുസൃതികൾക്കുള്ള കൊച്ചു കൊച്ചു അടികളായാലും അത്തരം രസകരമായ സംഭവങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ സ്കൂളിലോ കോളേജിലോ മറ്റ് കരിയറിലോ ഒക്കെ ഉള്ള വലിയ വലിയ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ആദ്യം കയ്യിൽ പിടിച്ചത്, പാവക്കുട്ടിയെ തൊട്ട് നോക്കിയത്, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ തലമുടി ഇങ്ങനെ തലോടി കൊടുത്തിട്ടുള്ളത്, നമ്മുടെ എല്ലാ സ്പർശങ്ങളും നമ്മുടെ കവിളുകൾ, നമ്മുടെ പാരന്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ മുതിർന്നവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഉമ്മകള്, ഏറ്റവും സ്നേഹം നിറഞ്ഞവർ നമുക്ക് തന്നിട്ടുള്ള ഉമ്മകൾ, ഇതൊക്കെ ആ കവളിന് ഓർമ്മയുണ്ട്. നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഉമ്മകൾ, നമ്മുടെ ചുണ്ടുകൾക്ക് അത് ഓർമ്മയുണ്ട്. വായിലൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരവും പുളിയും എരിയും ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം കഴിച്ചത്, എന്തൊക്കെ മെമ്മറീസ് ആണ് നമ്മുടെ കവിളുകളിൽ, ചുണ്ടുകളിൽ, വായ്ക്കകത്ത്, പല്ലുകളിൽ, നാക്കിൽ ആ രുചി. നമ്മുടെ ജീവിതത്തിൽ കൊച്ചുനാള് മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ട സുന്ദരമായ നിമിഷങ്ങൾ അത് നമ്മുടെ കണ്ണുകളിലുണ്ട്. അങ്ങനെ കാലുകുത്തി അങ്ങനെ ആഞ്ഞ് നമ്മൾ ഊഞ്ഞാലാടിയപ്പോൾ ആ കാറ്റ് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തട്ടിയത്, ആ ഊഞ്ഞാലിലിരുന്ന് നമ്മുടെ മുഴുവൻ ബോഡിയും ടു ആൻഡ് ഫ്രോ, മുമ്പോട്ടും പുറകോട്ടും അങ്ങനെ ആടിയത്, അതിന്റെ ആ കൊച്ചു കൊച്ചു സെൻസേഷൻ, സൈക്കിളിൽ അങ്ങനെ പറന്നു പോയപ്പോ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്ത ആ ഒരു ഊർജം, സന്തോഷം, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി നീന്തിയ കാലം, അങ്ങനെ മുഴുവൻ ശരീരം കൊണ്ട് മുഴുവനായി ആസ്വദിക്കുക. എന്തെല്ലാമാണ് ഓരോരോ കോശങ്ങളിലും ഉള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ തോളത്ത് കൈയിട്ട് അങ്ങനെ നടന്നത്, നമ്മുടെ തോളിൽ അവരുടെ ആ കൂട്ടിന്റെ
സപ്പോർട്ടിന്റെ ആ ശക്തിയുണ്ട്. നമ്മളെ തോളിൽ തട്ടി അഭിനന്ദിച്ചിട്ടുള്ളത്. നമ്മുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. മെല്ലെ ഏറ്റവും കൊച്ചു കുഞ്ഞായി നമ്മളെ സങ്കല്പിക്കുക. അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിയനായിട്ടുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മായി ആയിരിക്കാം, അമ്മാവനായിരിക്കാം, നമ്മളെ കുളിപ്പിച്ച് തല തോർത്തി തരുന്നത്. ആ തോർത്തിട്ട് നമ്മുടെ തലയിൽ അവരുടെ ആ വിരലുകൾ സ്പർശിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാം? അതിങ്ങനെ നമ്മുടെ തല ഇങ്ങനെ ആട്ടി ആട്ടി തല തോർത്തി മുഴുവനായി തുടപ്പിച്ച് കൊച്ചു കുഞ്ഞായിരിക്കുന്ന നമ്മള് എത്ര കരുതലോടെ അങ്ങനെ തുടപ്പിച്ച് നല്ല കുപ്പായൊക്കെ ഇടിച്ച് നമ്മൾ ഏത് കൊച്ചു കുപ്പായത്തിലാണ് കാണുന്നതെന്ന് നോക്കുക. ജസ്റ്റ് മനസ്സിൽ അത് കിട്ടാത്തവർ ഇമാജിൻ ചെയ്യാം. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഫോട്ടോസിലെ ഒക്കെ ഉള്ള ആ ഇമാജിനേഷനിലേക്ക് മെല്ലെ എൻട്രി ചെയ്യുക. അവിടെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ആ കുട്ടിക്കുപ്പായത്തില് മുറ്റത്തൊക്കെ ഓടി നടന്നിട്ടുള്ളത്, കൊച്ചിന് ഇത്രയും ഷർട്ടും ഇട്ട് മണ്ണുവാരി കളിച്ചിട്ടുള്ളത്, സ്നേഹത്തോടെയുള്ള ശാസനകൾ കേട്ടിട്ടുള്ളത്. അത് കേട്ടത് നമ്മുടെ ചെവികളിലൂടെയാണ്. അപ്പോഴും ഇത്തിരി നിഷേധത്തിലൊക്കെ കാണിച്ച് വീണ്ടും കളിക്കുമ്പോൾ നമുക്കുള്ളൊരു രസം. കൂട്ടുകാരുമായി ഒത്തുകൂടി കാണിച്ചിട്ടുള്ള കുട്ടിക്കുറുമ്പുകൾ ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ നമുക്ക് ആ സെൻസേഷൻസ് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പാരൻസ് ആയിരിക്കാം, മറ്റ് ഏതെങ്കിലും ഗാർഡിയൻ ആവാം. നമ്മളെ കൈകളിൽ എടുത്ത് നമ്മുടെ കൊച്ചു ബട്ടക്സ് അവരുടെ കൈകളിൽ റെസ്റ്റ് ചെയ്ത് അവരുടെ നെഞ്ചോട് നമ്മുടെ ശരീരം ചേർന്ന് നമ്മളങ്ങനെ ഒരുപാട് ഉയരത്തിലിരുന്ന് കാര്യങ്ങൾ കണ്ടത്, തോളത്ത് കയറിയിരുന്ന് പൂരം കണ്ടത്, തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്, നമ്മുടെ തല ആ ഷോൾഡറിൽ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ മുതിർന്ന ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഷോൾഡറിൽ നമ്മുടെ മുഖം റെസ്റ്റ് ചെയ്ത് നമ്മൾ ഉറങ്ങുന്നു. നമ്മുടെ നെഞ്ച്, വയറ്, തുടകൾ, കാല് മുഴുവൻ എല്ലാം ആ വ്യക്തിയുടെ ശരീരത്തിൽ അങ്ങനെ ചേർന്ന് നമ്മൾ കുട്ടിയായി അവരെ കൈകൾ വളരെ ശാന്തമായി നമ്മുടെ മുതുകിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാലുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഴുവനായി നമ്മളെ അവര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും സേഫായി സെക്യൂറായി സുഖമായി ഉറങ്ങിയിട്ടുള്ളത്. എത്ര മനോഹരമായ ആ മെമ്മറീസ് നമ്മുടെ കോശങ്ങളിൽ ഉണ്ടെന്ന് അറിയുക.
അറിയാൻ കഴിയാത്തവർ ജസ്റ്റ് അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, അതെങ്ങനെയായിരുന്നിരിക്കും. അങ്ങനെ സ്വസ്ഥമായി ഉറങ്ങുമ്പോഴുള്ള നമ്മുടെ ബ്രീത്ത് അറിയുക. നമ്മൾ വന്ന് നിറഞ്ഞ് ഒരുപാട് ആഴങ്ങളിലേക്ക് ഒഴുകി പുറത്തേക്ക് ഒഴുകി പോകുന്ന ശ്വാസം. ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിലുണ്ട്. രസകരമായ രുചികൾ നമ്മുടെ നാക്കിലുണ്ട്. ഒരുപാട് കുസൃതികൾ എന്ന് പറഞ്ഞ തമാശകളും കടങ്കഥകളും ശകാരങ്ങളും പാട്ടും എല്ലാം നമ്മുടെ ചെവികളിലുണ്ട്. കൂട്ടുകാരുടെയും മുതിർന്നവരുടെയും നമ്മളെ അഭിനന്ദിച്ചവരുടെയും ഒക്കെ ആലിംഗനങ്ങൾ നമ്മുടെ ഹാർട്ട് സ്പേസ് അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ നെഞ്ചിലുണ്ട്. നമ്മുടെ നെഞ്ചിലെ താളം കേട്ടുറങ്ങി നമ്മുടെ കുട്ടികളുടെ മുഖം ചേർത്ത് പിടിച്ചത്, അത് നമ്മുടെ നെഞ്ചിലറിയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ, അത് കുടുംബത്തിൽ നിന്നാവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, അധ്യാപകരിൽ നിന്നാവാം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ടെല്ലാം നമ്മുടെ മുതുകത്ത് സ്റ്റോർഡ് ആണ്. ഇമോഷണൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ കൊടുത്തും വാങ്ങിയും
തൊട്ടറിഞ്ഞുമൊക്കെയുള്ള നമ്മുടെ അനുഭവങ്ങൾ കൈകൾക്കുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും മെല്ലെ വയറ്, തുടകൾ, അരക്കെട്ട്, അവിടെ നിന്ന് താഴോട്ട് തുടകൾ, മുട്ട്, കാഫ് മസിൽസ്, ആങ്കിൾസ്, പാദങ്ങൾ വരെ മുഴുവൻ ശരീരത്തിലും ഓരോരോ മെമ്മറീസ് ഉള്ളത് അറിയുക. Such a wonderful library, store of information. ആ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വരെ, ഇപ്പോഴീ നിമിഷത്തിലും നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ശ്വാസം എന്നും എപ്പോഴും സ്ഥായിയായിട്ടുള്ള, നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ കാലഘട്ടങ്ങളും അറിഞ്ഞ് നമ്മളെ ശരിക്കും അറിയാവുന്ന നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ, ഏറ്റവും നല്ല സ്നേഹിതൻ. നമ്മളെ എപ്പോഴും നല്ല വഴിക്ക് മാത്രം നടത്തുന്ന നമ്മുടെ ഗുരു, ഗൈഡ്. ആ ശ്വാസത്തിനെ അറിയുക. ഓരോ ശ്വാസം ഒഴുകി അകത്തേക്ക് വരുമ്പോഴും അത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന നന്മ, ആശ്വാസം ഒക്കെ അറിയുക. ആഴത്തിൽ നിറയുന്ന ശ്വാസം പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് നമ്മളിൽ നിന്ന് ഏറ്റവും ക്ഷീണിച്ച, തളർന്ന, ഒരുപാട് സ്ട്രെസ്ഡ് ആയ നമ്മുടെ ഊർജത്തെ പുറത്തേക്ക് കൊണ്ടുപോയി കളയുന്നു. അവിടെ നമ്മൾ ഏറ്റവും സ്വസ്ഥത ആസ്വദിക്കുകയാണ്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എത്തി പുറത്തേക്ക് പോകുന്നതോറും നമ്മുടെ ശരീരത്തിന്റെ ഭാരം അങ്ങനെ കുറഞ്ഞ് എത്ര ലൈറ്റ് ആകുന്നു എന്ന് ഒബ്സർവ് ചെയ്യുക. സുഖകരമായ ഒരു നിശബ്ദത നമ്മളിൽ മുഴുവനായി പരക്കുന്നത് അറിയുക. ആ നിശബ്ദതയുടെ ആഴങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ വന്നു നിറയുന്ന ശൂന്യത, നിശ്ചലത, നമ്മുടെ ഈ ഫ്രെയിം, ശരീരം എന്ന ഈ ഫ്രെയിമിനകത്തെ സ്പേസ് അറിയുക. തലയ്ക്കകത്ത്, കണ്ണിന് പുറകിലായി, മൂക്കിന് പുറകിലായി, വായ്ക്കകത്തായി ഒക്കെയുള്ള സ്പേസ്, നമ്മുടെ ഈ ഫ്രെയിമിനകത്തുള്ള സ്പേസ്
നെഞ്ചിനകത്ത്, വയറിനകത്ത്, നട്ടെല്ലിന് മുൻവശത്തായി എന്നറിയുന്ന ആ സ്പേസ്, ഇടുപ്പിൽ, ജെനിറ്റൽസിൽ, തൈസിനകത്ത്, മുട്ടിനകത്ത്, കാഫ് മസിൽസിനകത്ത്, ആങ്കിളിൽ, പാദങ്ങൾക്കകത്ത്, ജസ്റ്റ് സ്പേസ്. അതങ്ങനെ സ്പേസ് ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള ആ എക്സ്പാൻഷൻ, ഒരു വികാസം, അതറിയുക. കൈവിരലുകളുടെ, കാൽവിരലുകളുടെ അറ്റം വരെ. നമ്മുടെ ശരീരം എന്ന ഈ ഫ്രെയിമിനകത്തുള്ള ആ സ്പേസ്, വണ്ടർഫുൾ സ്പേസ്. ആ സ്പേസ് മുഴുവനായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അത് വെളിച്ചമുള്ള സ്പേസ് ആണോ, ഇരുണ്ട സ്പേസ് ആണോ? അതിന്റെ ഓരോ പ്രത്യേകതകളും അറിയുക. ആ സ്പേസ് അങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സട്ടിലിറ്റി, നമ്മുടെ ഏറ്റവും നേർമയാർന്ന ആ ഫ്രെയിം, ആ സ്പേസ് നമ്മൾ അറിയുന്നു. ഈ വലിയ പ്രപഞ്ചത്തിൽ, ഈ ശരീരത്തിനകത്ത് നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള നമ്മുടെ സ്പേസ്, ഒരു കൊച്ചു പ്രപഞ്ചം. Just be there. ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുക മുഴുവനായി. മെല്ലെ ശ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഖരാവസ്ഥയിലേക്ക്, സോളിഡ് സ്റ്റേറ്റിലേക്ക് ഒബ്സർവ് ചെയ്യുക.
തല, മുഖം, കഴുത്ത്, ഷോൾഡേഴ്സ്, കട്ടിയുള്ള ഭാഗങ്ങളിലേക്ക്, ഖരമായ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ സോളിഡിറ്റിയിലേക്ക് തിരിച്ചു വരിക. കൈകൾ, നെഞ്ച്, വയറ്, പുറംഭാഗം, അരക്കെട്ട്, ഇടുപ്പ്, ബട്ടക്സ്, ഐസ്, രണ്ട് മുട്ടുകൾ, കഫ് മസിൽസ്, ആങ്കിൾസ് ആൻഡ് പാദങ്ങൾ. നമ്മുടെ ആ സോളിഡിറ്റിയിലേക്ക് മെല്ലെ തിരിച്ചു വരിക. നമ്മുടെ എനർജിയുടെ ആ എക്സ്പാൻഷനെ ഈ ഫ്രെയിമിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് മെല്ലെ നട്ടെല്ലിന്റെ ആ ഖരാവസ്ഥ അറിയുക. നട്ടെല്ലിലൂടെ മെല്ലെ ശ്വാസത്തിലൂടെ മുകളിലോട്ടും താഴോട്ടും ശ്രദ്ധിക്കുക. മെല്ലെ കൈവിരലുകൾ, കാൽവിരലുകളൊക്കെ അനക്കി കൈകാലുകൾ സ്ട്രെച്ച് ചെയ്ത് ഹോൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൈകൾ കൂട്ടിത്തിരുമ്മി 3 പ്രാവശ്യം കണ്ണിന് ചൂട് നൽകുക. മെല്ലെ ഒരു പുഞ്ചിരിയോടെ കണ്ണുറക്കുക. നല്ല പുഞ്ചിരികളൊക്കെ വരുന്നുണ്ടല്ലോ. തോളത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയോ? കുറെ നാള് കൂടി ഒരാളൊന്ന് കുളിപ്പിച്ചൊക്കെ തരണേ അല്ലേ? സ്വസ്ഥമായി ഉറങ്ങാതെ പിന്നെ എന്ത് ചെയ്യും? ഓക്കെ, ഫൈൻ. അങ്ങനെ നമ്മള് 18 ദിവസമായി. സോ ഇന്നത്തെ നമ്മുടെ ഹീറോ രഥത്തിനകത്തുള്ള ആളാണ്. IG അല്ലേ? IGയും കൊണ്ടല്ലേ പോയത്? ബാങ്കിൽ പോയതാണ് അല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ IG എന്ത് പറഞ്ഞു? ഇന്ന് ബാങ്കിൽ പോകണ്ട, വണ്ടി തിരിച്ചു പോകട്ടെ. ഇതിനൊരു തീരുമാനമായിട്ട് നമുക്കിനി മുമ്പോട്ട് പോകാം അല്ലേ? ആക്ച്വലി ഇത് തന്നെയാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന IG എപ്പോഴും പറയാ. അവിടെ മനസ്സ് കുറെ കൈവിട്ട് കളിച്ചിട്ട് ഇച്ചിരി ഡിസാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആള് പറയും, ബാ ഇനി തിരിച്ചു വാ. അപ്പൊ നമ്മുടെ മനസ്സിന് തോന്നും, ഓ ജീവിതം വഴിമുട്ടി നിൽക്കാണ്, കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്നില്ല, മനസ്സ് പിടിച്ച വഴിയേ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. സോ മനസ്സാകെ അസ്വസ്ഥമാവും. ആ സമയം നമ്മുടെ ഉള്ളിലെ യാത്രക്കാരൻ കയറി ഒരു പിടിപിടിക്കും. എനിക്ക് ഇങ്ങനെ അല്ല പോകേണ്ടത്, എനിക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്. സോ വി ഫീൽ യെസ് സ്റ്റക്ക്. മനസ്സിങ്ങനെ പിടിച്ചു വലിച്ചാലും വണ്ടി വരില്ല. Didn't want to come back. ശോഭന മാം തിരിച്ചു വരൂ. അപ്പൊ ആ വ്യക്തിയാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. അത് ആരാത്? ആരാ നമ്മുടെ യാത്രക്കാരൻ? നമ്മുടെ IG. ഇന്നാർക്ക് നോബൽ സമ്മാനം വേണ്ടേ? ദിവസം പ്രതി നോബൽ സമ്മാനം കൊടുക്കണ ഒറ്റ ഇടേ ഉള്ളൂ. അറയ്ക്കാതെ മടിക്കാതെ കടന്നു വരിക. ആരാ നമ്മുടെ IG? ആരാ യാത്രക്കാരൻ?
ഫിസിക്കൽ ബോഡി അല്ല. നല്ല അടി തരും കേട്ടോ ഞാൻ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നീ ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാല് ചുട്ടടി. യെസ്, സോൾ. ഓ, ഞാൻ നിങ്ങളെയൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു മിനിറ്റ്, എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കണേ. ശരി ശരി ശരി. കൊറേ ഇവിടെ ഇരുന്ന് പറഞ്ഞു മാം, ആരും കേട്ടില്ല. അതെന്താ, ചില സമയം മെഡിറ്റേഷന്റെ സമയത്ത് ചിലര് അൺമ്യൂട്ട് ചെയ്ത് കളയും. അപ്പൊ അത് ഡിസ്റ്റർബൻസ് വെച്ചിട്ട് ഞാൻ അതും ഡിസേബിൾ ചെയ്തിട്ടിരുന്ന, പിന്നെ വിട്ടുപോയി. അപ്പോ നമ്മുടെ സോള് എല്ലാരും ചിരിച്ചുകൊണ്ട് സ്റ്റക്കായി പോയി. ഞാനും സ്റ്റക്കാണോ? അല്ല മാം, യു ആർ ഓക്കെ. അല്ല, കേക്കാം. അപ്പൊ നമ്മുടെ സോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ, യാത്രക്കാരന്റെ സ്വഭാവമാണ് ഇനി അറിയേണ്ടത്. നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് അറിഞ്ഞു. എല്ലാത്തിനെയും വെച്ച് കുറച്ചേ നമ്മൾ അറിയണുള്ളൂ കേട്ടോ, മുഴുവനായിട്ട് അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. മൈൻഡ്, ഇവരുടെ ഓരോരുത്തരുടെയും ശക്തികൾ അറിഞ്ഞു. ഇതൊക്കെ നമ്മൾ അറിയാതെ എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിച്ചുകൊണ്ട് പോണതെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി, ശരീരം, അതാണിപ്പോ 2 ദിവസമായിട്ടുള്ള വിഷയം. ഇതില് ബലൂൺ മെഡിറ്റേഷൻ ചെയ്ത് ഓരോരുത്തരെ റിലീസ് ചെയ്യുമ്പോൾ ചിലരെ റിലീസ് ചെയ്യാനും അല്ലെങ്കിൽ ചിലരിൽ നിന്ന് റിലീസ് ആകുമ്പോൾ ബുദ്ധിമുട്ട് നേടുന്നവരൊക്കെ ഉണ്ട്. ആക്ച്വലി ദിസ് ഈസ് attachment to our body. Identification with our body is the problem. Actually നമ്മൾ വിചാരിക്കും നമുക്ക് അവരുമായുള്ള അറ്റാച്ച്മെന്റ് ആണ്. Basically, if we are attached to somebody, means basically we are attached to our body. If there is no attachment to our body, there is no attachment to another body. Anybody, somebody, illa. സോ നമുക്ക് എന്തോ സംഭവിക്കും അവര് പോയാൽ, അവരെ വിട്ടാൽ. സോ അതാണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. ആൻഡ് സോ നമ്മുടെ ആശാനെ പറ്റി പറയുകയാണെങ്കിൽ, ബേസിക്കലി നമ്മുടെ ആത്മാ ഇസ് സത് ചിത് ആനന്ദ. നമ്മളറിയാതെ മെല്ലെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് ഇന്നലെ കടന്നു വന്നു. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പറഞ്ഞപ്പോ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ വർക്ക്ഷോപ്സും ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ കണ്ടും ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ മനസ്സിലാക്കിയ ഒരു സത്യം ഇന്നലെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ദാറ്റ് ഐ എം സ്റ്റിൽ അലൈവ്. ഞാൻ ഇപ്പോഴും അലൈവാണ്. ദാറ്റ് ഈസ് സത്, ദ വെരി ട്രൂത്ത്, എക്സിസ്റ്റൻസ്. വി ഓൾവേസ് എക്സിസ്റ്റ്. ആ കണ്ടിന്യൂസ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന, എറ്റേണലായി എക്സിസ്റ്റ് ചെയ്യുന്ന, എറ്റേണലായി ലൈഫുള്ള ഒന്നാണ് നമ്മുടെ ആത്മാ. That's exactly what we are, the boundless. Sound break out. Sound break out, no? അതാ സിഗ്നലിന്റെ ആയിരിക്കാം. ഇവിടെ ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ അത് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സോ സത് ചിത് ആനന്ദ. സത് മീൻസ് eternity. We always exist, and that's the real sat, truth. സത്തിന് ഒരുപാട് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ദ ട്രൂത്ത് എന്ന് വരുന്നുണ്ട്, എറ്റേണിറ്റി വരുന്നുണ്ട്, എക്സിസ്റ്റൻസ് വരുന്നുണ്ട്. എനിവേ, എവറിത്തിങ് ഈസ് ദ സെയിം. നമ്മള് പണ്ട് കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടില് കേട്ടോ, മുതിർന്നവർ വിളിക്കും അസത്തെ. എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അസത്തെ എന്ന് വിളിക്കും. എന്താ അറിവാ നമ്മുടെ കാരണവന്മാർക്കല്ലേ. സത്തായ നമ്മ ചില ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ കാരണം കാണിക്കുന്ന ചില മോർട്ടൽ പരിപാടികൾ, ഇമ്മോർട്ടലായ നമ്മൾ ചില മോർട്ടൽ കുസൃതികൾ കാണിക്കുമ്പോൾ അവര് നമ്മളോട് പറയും നീ ഇപ്പൊ അസത്താണ് കാണിക്കുന്നത്.
അസത്തെ വിളിക്കും. ഭയങ്കര സ്നേഹമാണ് ആ വിളിയിട്ട് കേട്ടോ. ഈ തൃശ്ശൂരുകാര് ശവി ശവം എന്നൊക്കെ വിളിക്കുന്ന പോലെ ഭയങ്കര സ്നേഹം വിളിയും അവരാ വിളിക്കുന്നു. പറയുന്ന വാക്ക് ഇങ്ങനെ നമുക്ക് അർത്ഥം വെച്ച് നോക്കുമ്പോൾ തെറ്റായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക സ്നേഹമാണ്. അതേപോലെയാണ് നമ്മുടെ കാരണവന്മാരിങ്ങനെ സ്നേഹത്തോടെ പക്ഷെ ഇങ്ങനെ വളരെ കർക്കശത്തിൽ വിളിക്കും. അസത്തെ വിളിക്കുന്ന നമ്മള് എന്നിരിക്കും. അപ്പൊ അത് നമ്മുടെ ഇതിനെയൊന്നും അല്ല അവര് വിളിക്കണേ, അവര് നമ്മുടെ റിയൽ സത്തിനെയാണ് വിളിക്കണേ. എന്തൊരു അറിവാണ് നമ്മുടെ കാരണവന്മാർക്ക്. സോ ആ സത്ത്, അസത്തല്ല ആ സത്ത്, that is one of the aspect of her atman. ആ ഇമ്മോർട്ടാലിറ്റി ആണ് നമ്മൾ ആക്ച്വലി നമ്മൾ മനുഷ്യർ ഈ മനസ്സിലൂടെ അറിയാതെയാണെങ്കിലും നമ്മളോടിപ്പോ നമുക്കറിയാം എല്ലാവർക്കും ഈ ഫിസിക്കൽ ബോഡി മരിക്കും, നമ്മളേറ്റ് ഇവിടെ ഇങ്ങനെ ഈ ശരീരം കൊണ്ട് മുഴുവനായിട്ട് ജീവിക്കില്ല എന്നൊക്കെ നമ്മൾ അറിയാമെങ്കിലും നമ്മൾ പിറ്റേ ദിവസത്തേക്കും നമ്മൾ അലാറം വെക്കും, നാളെ എനിക്കും. We are very sure that we are eternal. It's actually that wisdom, ആ ആത്മാവിന്റെ വിസ്റ്റം നമ്മളിൽ അറിയാതെ എൻഗ്രേവ്ഡ് ആണ്. എത്രയൊക്കെ ഇഗ്നറൻസിന്റെ മറയുണ്ടെങ്കിലും ഇത് നമ്മളിലൂടെ ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ വലിയ വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ വെക്കാനുള്ള നമ്മുടെ ശരിക്കുള്ള ധൈര്യമുണ്ട്. എന്ത് ധൈര്യമാണ് നമുക്കല്ലേ. ഒരു ശ്വാസം പുറത്തേക്ക് പോയാൽ അടുത്തത് അകത്തേക്ക് കയറുമെന്ന് ഒരറപ്പുമില്ല നമുക്ക്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്യണേ? ദീസ് ആർ ഓൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എൻഗ്രേവ്ഡ് ആയിട്ടുള്ള ആ വിസ്റ്റമാണ്. ദാറ്റ് ഈസ് വി ആർ എറ്റേണൽ. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ, ആരോ അറിയാതെ അൺമ്യൂട്ട് ആയി. ഓക്കെ, സോ ആ ഒരു അറിവ് നമ്മൾ എൻഗ്രേവ്ഡ് ആണ്. വി ആർ എറ്റേണൽ. ദാറ്റ് ഈസ് സത്ത്. ആൻഡ് ചിത്ത് ഈസ് കോൺഷ്യസ്. നിത്യമായ ഒരു ബോധം, നിത്യമായ ഒരു അറിവ്, എന്തിനും വ്യാപിച്ചു കിടക്കുന്ന ഒരവസ്ഥ. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തിനെന്താലും അതെന്താ, ഇതെന്താ, ഇതെന്താ ഇങ്ങനെ. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ഇതൊക്കെ എന്താ? അറിവ്, വിസ്ഡം. നമ്മുടെ ആത്മാവിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ് ചിത്ത്, കോൺഷ്യസ്നസ്. ഈ കോൺഷ്യസ്നെസ്സിനെല്ലാം അറിയാം. നമ്മൾ ഏറ്റവും നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മണ്ടനായിക്കോട്ടെ, നീ ഒരു മണ്ടനാണ്, നിനക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? അവൻ പറയും നീയാ മണ്ടൻ. എന്നുവെച്ചാ എന്താ? ഞാൻ മണ്ടനല്ല. ഇറ്റ്സ് ദ വെരി ബേസ് ട്രൂത്ത്. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വിസ്ഡത്തിന്റെ ഒരു വലിയ സ്റ്റോർ ഹൗസ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. വി ആർ വിസ്ഡം. നമ്മൾ നേരത്തെ പറഞ്ഞ എറ്റേണിറ്റിയിൽ നമ്മൾ പറയുന്ന വി ആർ എനർജി, വി ആർ ഓൾവേസ് ദേർ. ഗീതയിൽ പറയുന്നുണ്ടല്ലേ, അതിനെ വാളുകൊണ്ട് മുറിക്കാനാവില്ല, കത്തിച്ച് നശിപ്പിക്കാനാവില്ല, കുത്തി മുറിവേൽപ്പിക്കാനാവില്ല. അത് ഒരിക്കലും നശിക്കുന്നില്ല. ഇറ്റ് ഈസ് എറ്റേണൽ, ബട്ട് ഇറ്റ് ചേഞ്ചസ് ഫോംസ്. ഈ അറിവ് നമുക്ക് എവിടെയോ കിടക്കുന്നു. ആൻഡ് ആ ഇഗ്നറൻസിന്റെ മറയിൽ കൂടെയും നമ്മൾ അറിയാതെ അത് പുറത്തു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു. അതേപോലെയാണ് നമ്മുടെ വിസ്ഡം. നമ്മുടെ ഒരു വിസ്ഡത്തിന്റെ വലിയൊരു കലവറയാണ്. സ്വാമി ശിവാനന്ദ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഒരു ഫ്രഞ്ച് ഗേൾ, അവർക്കൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസീസ് വന്ന് ഷീ വാസ് അൺകോൺഷ്യസ് ഫോർ വീക്സ്. ആഴ്ചകളോളം അവര് ബോധമില്ലാതെ കിടന്നു. അപ്പോ ഡോക്ടേഴ്സ് ഒക്കെ ഹോപ്പ്ലെസ് ആയി, ഓൾമോസ്റ്റ് ഇത് ഗോൺ കേസ് എന്ന മട്ടിലായി. പക്ഷെ മിറാക്കുലസ്ലി ഷീ കെയിം ബാക്ക്. ആൻഡ് സംഭവിച്ച ഒരു രസകരമായ വ്യത്യാസം എന്താ വെച്ചാൽ, ആഫ്റ്റർ ഷീ കെയിം ബാക്ക് ടു ഹെർ ലൈഫ്, ഷീ ഡോണ്ട് നോ ഫ്രഞ്ച്. അവർക്ക് പിന്നെ ഫ്രഞ്ച് അറിഞ്ഞൂടാ, ഫ്രഞ്ച് ഭാഷ അറിഞ്ഞൂടാ. പക്ഷെ വേറെ 12 ഭാഷ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അതിൽ ഭയങ്കര എഫിഷ്യൻസി. ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഷീ ക്യാൻ സ്പീക്ക് ആൻഡ് എവറിത്തിങ്. ന്യൂസ് സ്പ്രെഡായി. പല നാട്ടിൽ നിന്ന് ഒരുപാട് സയന്റിസ്റ്റ്, ഡോക്ടേഴ്സ്, അങ്ങനെ പലരും വന്ന് അവരുടെ ഫിസിക്കൽ മെന്റൽ സ്റ്റേറ്റുകളൊക്കെ പല രീതിയിൽ അളന്നു, മെഷർ ചെയ്തു, പിന്നെ ഉപകരണങ്ങൾ വെച്ച്, എക്യുപ്മെന്റ്സ് വെച്ച് ചെക്ക് ചെയ്തു, എവറിത്തിങ്.
ആൻഡ് ഫൈനലി അവർ പറഞ്ഞ റിമാർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്, വേർ എവറി നോളജ് ഇസ് സ്റ്റോർഡ് ദേർ. ഈ ലോകത്തിലുള്ള എല്ലാ അറിവുകളും നമ്മുടെ ബ്രെയിനിന്റെ ആ ഭാഗത്ത് ദർ ഇസ് എ മിസ്റ്റീരിയസ് സ്പേസ് വെർ ഇറ്റ് ഈസ് സ്റ്റോർഡ്. ആൻഡ് അതൊരു സ്പെഷ്യൽ വാതിലുകളിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. വെൻ വി ആർ ഹാവിംഗ് ദ റൈറ്റ് കീ വി ക്യാൻ അൺലോക്ക് ഇറ്റ്. അതിന് പ്രത്യേക ട്രെയിനിങ്ങും ഡിസിപ്ലിനിലൂടെ ഒരു വ്യക്തിക്ക് അത് സാധ്യമാണ്. റൈറ്റ് കീ ഇട്ട്. ഇത് സെയിം ആണ് നമ്മുടെ ഉപനിഷത്തിൽ വേദാന്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. വി ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് വിസ്ഡം. സോ ആ എക്സ്പീരിയൻസിലൂടെ, ആ ഫ്രഞ്ച് ഗേളിന്റെ എക്സ്പീരിയൻസിലൂടെ ശരിക്കും പലരും പഠിച്ചിട്ടും പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ മെറ്റാഫിസിക്കൽ ലെയറിലേക്ക് എൻട്രി ചെയ്യാൻ, ആ വിസ്ഡത്തിലേക്ക് എൻട്രി ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മളെ ഒരു പ്രത്യേക ട്രെയിനിങ്ങിലൂടെ, പ്രത്യേക ഡിസിപ്ലിനിലൂടെ കടത്തി വിടുന്നത്. സോ ദാറ്റ് നമ്മൾ റൈറ്റ് കീയിട്ട് ആ വിസ്ഡം അൺലോക്ക് ചെയ്യണം. നമ്മുടെ എത്തിക്കൽ പാർട്ട് ശരിയല്ലെങ്കിലോ നമ്മൾ കിട്ടുന്ന നോളജസിനെ എങ്ങനെ ഉപയോഗിക്കും? അപ്പൊ നമ്മളിൽ ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഫോം ചെയ്യണം. ദാറ്റ്സ് വൈ യോഗ സ്റ്റിൽ എക്സിസ്റ്റ്. എത്രയോ വർഷങ്ങളായി അതിങ്ങനെ നമ്മുടെ ഒരു അപ്പാരന്റ് വേൾഡിൽ ഓൺ ആൻഡ് ഓഫ് കിടന്നിട്ടും എത്ര ശക്തമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ബിക്കോസ് സച്ച് എ ഡിസിപ്ലിനറി ട്രെയിനിങ് ആണ് അത്. നമ്മുടെ ആത്മാവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്രത്യേക ക്രിയ, ഒരു ജീവിത ശൈലി. സോ അത്തരം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെന്നുള്ളത് പലരുടെയും ജീവിതത്തിലെ എക്സ്പീരിയൻസിലൂടെ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആത്മാവിന്റെ അങ്ങനെ ഒരു ആസ്പെക്ട് ആണ് ചിത്ത്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു അതിനെ. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ചൈതന്യം, മുഴുവനായി പരന്നു കിടക്കുന്ന ആ പ്രകാശം, വിസ്ഡം. അപ്പൊ നമ്മൾ സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. സർവ അജ്ഞനല്ല, സർവജ്ഞൻ. ദെൻ ആനന്ദ, ബ്ലെസ്. നമ്മളെല്ലാവരും പോയി ഐഡന്റിഫൈ ചെയ്യുന്ന, ആരോട് ചോദിച്ചാൽ എന്ത് വേണം? എനിക്ക് സന്തോഷം വേണം. എങ്ങനെയെങ്കിലും ഒരു സന്തോഷത്തിലെത്തും. അതുകൊണ്ട് വൈകുന്നേരം പോയി 2 പെഗടിച്ചാലും വേണ്ടില്ല, എനിക്ക് സന്തോഷിക്കണം. എങ്ങനെ കിട്ടും? ഈ അന്വേഷണമാണ് ഓരോന്നിലേക്കും കൊണ്ടെത്തിക്കുന്നത്. അത് കുറുക്ക് വഴി നോക്കും, അല്ലാത്ത വഴി നോക്കും. വി ആർ ഓൾവേസ്, നമുക്കറിയാം ബ്ലിസ് ആണ് നമ്മുടെ റിയൽ സ്റ്റേറ്റ്. അതിലേക്ക് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മാർഗങ്ങളിലൂടെ നമ്മൾ അതിന്റെ ടേസ്റ്റ് അറിയാൻ ശ്രമിക്കുകയാണ്. വി നോ ദാറ്റ് ഈസ് അവർ ആസ്പെക്ട് ആൻഡ് വി ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ദാറ്റ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കണ്ണിൽ, ഒരു പൂവിന്റെ ഭംഗിയിൽ, ഒരു കിളിയുടെ ഫെദറിൽ ഒക്കെ നമ്മൾ അതിങ്ങനെ കാണാൻ നോക്കുകയാണ്. വി ആർ എറ്റേണൽ ബ്ലിസ്, ആനന്ദ, സത് ചിത് ആനന്ദ. ആൻഡ് വി ആർ അൺലിമിറ്റഡ് ഡേറ്റ. അപ്പോഴും എന്നാണ് വാങ്ങിച്ചിട്ട് തന്നെ നമുക്കെല്ലാം അൺലിമിറ്റഡ് വേണം. ഡേറ്റ അൺലിമിറ്റഡ് വരട്ടെ. അപ്പൊ നമ്മളോട് എല്ലാവരും നമ്മുടെ ഇതിലൊക്കെ പറയും, നിങ്ങൾക്ക് ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ആണ് ഈ വെബ്സൈറ്റിലൂടെ കിട്ടുന്നത്. നമ്മൾ അപ്പ കയറുകയാണ്, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ബാക്കിയെല്ലാം അൺലിമിറ്റഡ്. വൈ? നമ്മളുടെ അൺലിമിറ്റഡ് ആസ്പെക്ട് ആണത്. നമുക്ക് ഈ ബൗണ്ടറിക്കകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആദ്യം എനിക്ക് ഇത്രയും കിട്ടിയെങ്കിൽ മതിയായിരുന്നു. അത്രയും കിട്ടുമ്പോൾ പറയും ഇച്ചിരി കൂടെ കിട്ടും, കുറച്ചുകൂടി, നാളെയും തരും. We want to feel that expansion, boundlessness, limitlessness, because we are unlimited. അതിനെ ഒതുക്കി വെക്കാൻ പറ്റണില്ല. ഈ ശരീരത്തിനകത്ത് ഒതുക്കി വെക്കാൻ പറ്റണില്ല, ഈ മനസ്സിനകത്ത് ഒതുക്കി വെക്കാൻ പറ്റണില്ല. അതിന് ചാടണം വെളിയിലോട്ട്. അതിനുള്ള വെപ്രാളമാണ്. നമുക്ക് പലർക്കും അത് ഓർമ്മയില്ല. നമ്മുടെ എന്താ പറയാ, ഒരു യോഗിയുടെ ആത്മകഥ, അദ്ദേഹം പറയുന്നത് ചെറുപ്പകാലത്ത് അവർക്കൊക്കെ എത്ര ഓർമ്മയാണെന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ആ ആത്മാവിന്റെ വലിപ്പം ഈ ശരീരത്തിനകത്ത്, അനങ്ങാൻ പറ്റാത്ത ശരീരത്തിനകത്ത് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല, ശരീരം കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആ കൊച്ചുനാളിലെ ദൈന്യത മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് എത്ര ഭംഗിയായിട്ട് ഓർമ്മ കിട്ടുന്നു. ആ കൊച്ചുനാളിൽ തന്നെ നമ്മുടെ ആത്മാവിന്റെ ആ ഒരു
അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിനെ ഇതിനകത്ത് ഒതുക്കേണ്ടി വരുന്നതിന്റെ ആ ദൈന്യത, അതിന്റെ രോഷം, ദേ റിമെമ്പർ ഇറ്റ്, വി ഡോണ്ട് റിമെമ്പർ. പക്ഷെ നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ആ ഒരു അൺലിമിറ്റഡ് സ്പേസ് കിട്ടുമ്പോൾ വി ആർ റിയലി ഹാപ്പി. സോ ഇതെല്ലാം നമുക്കൊരു അജ്ഞതയുടെ മറയുണ്ടെങ്കിലും അതിലൂടെ പലപ്പോഴും അതിന്റെ റേഡിയൻസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നമ്മളിലൂടെ പല ആക്ഷനിലൂടെ, നമ്മുടെ ചില ടെൻഡൻസീസിലൂടെ നമ്മൾ കാണിക്കുന്നത്. സോ ബേസിക്കലി വി ആർ ദിസ്. ആ അജ്ഞതയും കൂടെ അങ്ങോട്ട് മാറിക്കിട്ടിയ തകർക്കായിരുന്നു അല്ലേ? So these are all our aspects, and the storehouse of all knowledge. Yes. And freedom. Yes. Freedom. നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം. കുഞ്ഞുനാളിലാണെങ്കിലും മുതിർന്നവർ വിരൽ നീട്ടുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇതിൽ പിടിച്ച് നടക്കൂ, ഞാൻ ഒറ്റയ്ക്ക്. ഇപ്പോഴും കുഞ്ഞുങ്ങൾ അത് കാണിക്കും അല്ലെ? കുട്ടൻ ഒറ്റയ്ക്ക്, കുട്ടൻ തന്നെ. അങ്ങനെ എല്ലാവർക്കും തന്നെ ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യണം. ദാറ്റ്സ് അവർ ബേസ് ആസ്പെക്ട്, ഫ്രീഡം, ഇൻഡിപെൻഡൻസ്. നമുക്കൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ അബിലിറ്റി നമുക്ക് അറിയാവുന്ന ആസ്പെക്ട്. അതിനാ നമ്മളിവിടെ വന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ വന്നത്. അപ്പൊ നമുക്ക് വേറെ ആരെയും കേൾക്കണ്ട. സോ വെൻ our life is our choice, we are in heaven. When our life is somebody else's choice, we are in hell. This is how we live here. ഇങ്ങനെ ഫ്രീഡം ഉണ്ടാവുമ്പോഴും നമുക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലെ? നമ്മൾ ആ ഫ്രീഡത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ മെല്ലെ അവരുടെ ഫ്രീഡത്തിലും ചെറുതായ ഒന്ന് നുഴഞ്ഞു കയറും. കാരണം നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ വ്യാപിച്ചൊരു ശീലമാണ്. എല്ലാം ഒന്നും അറിയണം. എവിടെ പോണു, അതെന്തായിരുന്നു, ഇങ്ങനെ മെല്ലെ ചെറുതായിട്ടെങ്കിലും എല്ലാത്തിലും നമ്മൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യണം. സോ ഈ ഒരു ഫ്രീഡം, ഈ ഒരു ഒഴുക്ക്, ദിസ് ഫ്ലോ, വി വോണ്ട് ലൈഫ് ടു ഫ്ലോ, ദിസ് ഫ്ലോ, ആ എറ്റേണിറ്റിയില് അവിടെ നിന്ന് അങ്ങനെ ഫ്ലോ ചെയ്യുന്നത്, വി ഓൾവേസ് വാണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ്. ഇതാണ് യാത്രക്കാരൻ. പിന്നെ മനസ്സിനെ പിടിക്കാതിരിക്കോ, ലൈഫിൽ ബ്ലോക്ക് വരാതിരിക്കോ, സ്റ്റക്ക് ആവാതിരിക്കോ? മനസ്സ് പിടിക്കാതെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഒരു ബ്രേക്ക് അങ്ങ് ചവിട്ടി പിടിക്കും. അവിടെ നിൽക്ക്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ കുറച്ചു നാള് ശീർഷാസനത്തിന് നിൽക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഹൗ തിങ്സ് ആർ ഗോയിങ് ഓൺ. സോ ഇതോടെ നമ്മുടെ ആ പിക്ചറിന്റെ ഒരു ക്ലാരിറ്റി ആയി. ഒരുപാട് ആത്മാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ ബ്രഹ്മനിൽ നിന്ന് നമ്മൾ ആത്മൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ആ പിക്ചർ ഒന്ന് മുഴുവനാക്കിയെന്ന് മാത്രം, നമ്മുടെ രഥം. അപ്പൊ നമ്മുടെ സർവവ്യാപിത്വം, നമ്മുടെ എല്ലാത്തിലുമുള്ള അറിവ്, സർവജ്ഞൻ, സർവശക്തൻ. You want to feel that I am strong. Sat Chit Ananda. So what is our base character? Sat Chit Ananda. വേറെ ചിലർ അതിനെ പറയുന്നത് സത്, റിയൽ ട്രൂത്തിലേക്ക്, നമ്മുടെ ചിത്ത്, അതായത് വിനാശകരമായ കാര്യങ്ങളിൽ ചെന്ന് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ചിത്ത്, സത്തിലേക്ക് ചെന്ന് ചേരുമ്പോൾ വി ആർ ഇൻ ആനന്ദ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷെ പൊതുവെ നമ്മുടെ ഗുരുക്കന്മാര് പറയുന്ന ഒരു ഇതാണ്, ഈ 3 ആസ്പെക്ട്സ് ആണ് നമ്മുടെ ആത്മൻ. ആൻഡ് വേർ ഇറ്റ് റിസൈഡ്സ്, അത് റിസൈഡ് ചെയ്യുന്ന, നമ്മുടെ ആത്മൻ റിസൈഡ് ചെയ്യുന്ന സ്പേസ് ആയിട്ട് പറയുന്നതാണ് ഹൃദയ ആകാശ. ഹൃദയാകാശ. ഈ വാരിയലുകൾക്കിടയിലും നെഞ്ചിന്റെ ഇവിടുത്തെ സ്റ്റേണം, അതിന്റെ ഇടയിലായിട്ട്
ഷോൾഡറിനും ഡയഫ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ സ്പേസ് ഹൃദയ ആകാശ. അവിടെയാണ് ആത്മന്റെ അബോർഡായിട്ട് സെന്ററായിട്ട് പറയുന്നത്. ആൻഡ് വെൻ സംബഡി റീച്ചസ് ദെയർ, അയാൾക്ക് എല്ലാം അവിടെ പോസിബിൾ ആണെന്നാ പറയുന്നത്. കൽപ്പതരു എന്ന് നമ്മൾ സ്വർഗത്തിൽ നിലനിൽക്കുന്ന കൽപ്പവൃക്ഷം, ചോദിക്കുന്നതെല്ലാം നൽകുന്ന കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സ്പേസ് ആയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അനാഹത സ്പേസ്, അതായത് നമ്മുടെ ഹൃദയാകാശം വരെ എത്തുമ്പോഴേക്കും നമ്മൾ നല്ലപോലെ ട്രെയിൻഡ് ആയി ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നാ പറയുന്നത്. ബിക്കോസ് വാട്ട് വി വിഷ് ഇറ്റ് ഹാപ്പൻസ്. അത് ഹൃദയാകാശ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞൂടെ, ഒരു കഥയുണ്ട്. അതായത് ഒരു വഴിയാത്രക്കാരൻ വളരെ ക്ഷീണിച്ച് ഇങ്ങനെ നടന്നു വന്ന് ഒരു മരം കണ്ടു, അതിന്റെ ചോട്ടിൽ വന്നിരുന്നു. വിചാരിച്ചു, ഒരു കട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഉറങ്ങും. അപ്പൊ അതാ ഒരു കട്ടിൽ വന്നു. അയാള് സുഖമായിട്ട് അതിൽ കിടന്നങ്ങോട്ട് ഉറങ്ങി എണീറ്റപ്പോ ഉണ്ട് വയറ്റിനകത്ത് പടപട വിചാരിച്ചു, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. സുഖമായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് എത്ര നാളായി. അതാ സദ്യ വന്ന മുമ്പില്. വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ചു, ക്ഷീണവും മാറി. ഈ നമ്മുടെ ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ് നമ്മുടെ ഉറക്കവും ഭക്ഷണവും. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങും. അപ്പൊ ഉടനെ ഉള്ളിലൊരു ചിന്ത വന്നു, ഈശ്വര പറയുന്നതൊക്കെ നടക്കണ്ട്, ഇവിടെ വല്ല ഭൂതം ഉണ്ടാവോ, അതെന്നെ പിടിച്ച് തിന്നു. എന്തുണ്ടാവും? ഭൂതം വരും തിന്നും എന്ന് പറഞ്ഞ പോലെ. അതായത് നമ്മുടെ മനസ്സിനെ നമുക്ക് കെട്ടുറപ്പില്ല എങ്കിൽ ഈ കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് പോകാതിരിക്കുകയാണ് നമ്മുടെ തടിക്ക് നല്ലത്. ഉള്ള തടി രക്ഷപ്പെടുത്തി മാറി ഇരിക്കുകയായിരിക്കും നല്ലത്. സോ ബെറ്റർ വി ട്രെയിൻ ourselves, get disciplined, then approach. ഇല്ലെങ്കിൽ ഇതേപോലെയാ, നമ്മുടെ അത്യാവശ്യ ജോലികളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു പണി തുടങ്ങും, അതോടെ കാര്യങ്ങൾ പോക്കാം. സോ അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ രഥത്തിന്റെ ആസ്പെക്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ചെറിയ റിലാക്സേഷനോട് കൂടി ഇന്നത്തേക്ക് പിരിയാം. ഇന്നെങ്കിൽ 8:30 പിരിയാൻ പറ്റുമോ നോക്കാം. 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. സോ ഇന്ന് എല്ലാവരും ആദ്യത്തെ മെഡിറ്റേഷൻ, അതായത് നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾ ആ കുട്ടിക്കാലമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോ എന്നൊക്കെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അത് കഴിവതും എല്ലാവരും ഒന്ന്, അതായത് ഇപ്പൊ നമ്മൾ ഏകദേശം 55-52 പേരോളം ഇവിടെ ഉണ്ട്. ഇതിൽ വളരെ കുറച്ച് പേരെ ഷെയർ ചെയ്യുന്നുള്ളൂ. കഴിവതും എല്ലാവരും എങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നു എന്നൊന്ന് അറിയണ്ടേ. അപ്പൊ അതിനായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വിഷയങ്ങളിൽ എന്തൊക്കെയൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ. എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം, അല്ലാതെ ഉള്ളത് ചോദിച്ചു പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു മെഡിറ്റേഷൻ. മാം, ഒരു ഡൗട്ട് ഉണ്ടോന്ന് ചോദിക്കാൻ സമയമുണ്ടോ? പിന്നെ ചോദിച്ചോളൂ. മാം, ഈ ബ്രഹ്മകുമാരീസിൽ പറയുന്നത് നമ്മുടെ ആത്മാവ് ഇവിടെയാണെന്ന് പറയുന്നത്, അപ്പൊ അതെങ്ങനെയാ? തേർഡ് ഐ സ്പേസിൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് അങ്ങനെ ചില ഓരോ സ്കൂൾസ് അങ്ങനത്തെ ഓരോ ഇത് പറയുന്നുണ്ട്. അപ്പൊ കൂടുതലും ഈ യോഗശാസ്ത്രപരമായി പറയുന്ന നമ്മൾക്ക് ഇതുവരെ അറിയാവുന്ന ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മകുമാരീസില് അതെന്താ അങ്ങനെ പറയണെന്നുള്ളത് ഒന്ന് ചോദിച്ചറിയും. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, ഡിഫറെന്റ് സ്കൂൾസിൽ ഡിഫറെന്റ് ആസ്പെക്ട് പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് എനിക്ക് അത് വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല. ബട്ട് വാട്ട് ഐ നോ ഇസ് അവർ ആത്മൻ, അതായത് ജീവാത്മൻ, നമ്മളിലേക്ക് ഇറങ്ങി വന്ന ചൈതന്യം ഈ ലൈഫ് ഇവിടെ നമ്മളുടെ ഈ ഫ്രെയിമിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ജീവചൈതന്യം, ജീവാത്മ കുടികൊള്ളുന്നത് ഇവിടെയാണെന്നും പറയുന്നു. മാം, അതുപോലെ കുണ്ടലിനി അതും ജീവാത്മാണെന്ന് പറയില്ലേ?
കുണ്ടലിനി ശക്തി ഈസ്, അതിന് ജീവാത്മ എന്നല്ല പറയുന്നത്. കുണ്ടലിനി ഈസ് അവർ ദ റിയൽ പൊട്ടൻഷ്യൽ പവർ ദാറ്റ് ഈസ് ബേസിക്കലി അറ്റ് ദ ഡൗൺ. അത് നമ്മളുടെ ഈ സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെ മെല്ലെ ഡിഫറെന്റ് സെന്റേഴ്സിലൂടെ കടന്ന് ഇവിടെ വന്ന്, അത് ശിവശക്തി യോജനയായിട്ടാണ് നമ്മൾ ആ ആസ്പെക്ട്സ് പറയുന്നത്. ശക്തി കുണ്ടലിനിയിൽ കുണ്ടത്തിൽ റെസ്റ്റ് ചെയ്യുന്ന സർപ്പന്റ് ആയിട്ടുള്ള ആ ശക്തി മെല്ലെ ഉണരുകയും നമ്മുടെ ഡിഫറെന്റ് പോയിന്റിലൂടെ കടന്ന് ശക്തി ആർജിക്കുന്നതനുസരിച്ച് മെല്ലെ മെല്ലെ കടന്ന് ഇവിടെ വന്ന് യോജിക്കുകയും ചെയ്യുന്നതിനെയാണ് കുണ്ടലിനി എനർജി. ദാറ്റ്സ് റിയലി പൊട്ടൻഷ്യൽ പവർ. നമ്മളിൽ ഇപ്പൊ നമ്മുടെ ഓരോ ആക്ഷനും അതിന്റെ ഒരു ആസ്പെക്ട് ആണ്. നമ്മുടെ ഓരോ ആക്ഷനും മെന്റൽ പവറായും ഫിസിക്കൽ പവറായും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മറ്റത് സ്പിരിച്വൽ ആയിട്ട് വരുമ്പോൾ അത് ആ സുഷുമ്നയും കൂടെ ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് വളരെ ചെറിയൊരു നാഡിയുണ്ട്, അതിനകത്തൂടെ മെല്ലെ മുകളിലേക്ക് കയറി വരുന്നതായിട്ടാണ് പറയുന്നത്. സോ ജീവാത്മ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ മെയിൻ സോഴ്സിൽ നിന്ന് ഒരു സ്പാർക്കായി നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ള ആ കുഞ്ഞ് ചൈതന്യം, അത് കുടികൊള്ളുന്ന സ്പേസ്, ഹാർട്ട് സ്പേസ്, ഹൃദയ ആകാശ എന്നാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കടന്നുപോയിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് എനിക്കുള്ള അറിവ്. സോ അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ബ്രഹ്മകുമാരീസിന്റെ ആസ്പെക്ട് അറിഞ്ഞൂടാ, അവരോടൊന്ന് ചോദിക്കൂ കേട്ടോ. മാം ഒരു ക്വസ്റ്റ്യൻ, താങ്ക് യു മാം. തേർഡ് ഐ അപ്പൊ എന്താ? അതാണ് മഞ്ജു ചോദിച്ചത്. തേർഡ് ഐയിലാണോ ജീവാത്മ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോ തേർഡ് ഐയിലേക്ക് പോകാൻ പറയില്ല മാം? തേർഡ് ഐ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ട്രൂത്ത് ആണ്. നമ്മുടെ ഈ രണ്ട് കണ്ണുകൊണ്ട് നമ്മൾ ഈ റെലമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ട്രൂത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. റിയൽ ട്രൂത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കുമ്പോഴാണ് വി ആർ എൻലൈറ്റൻഡ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ഓപ്പൺ ആവുമ്പോഴാണ്, ഈ സ്പേസിൽ നിന്ന് റിയൽ ലൈറ്റ് വരുമ്പോൾ, അതായത് നമ്മൾ ഇരുട്ടുള്ള ഒരു മുറിയിൽ പെട്ടെന്ന് വെളിച്ചം വരുമ്പോൾ നമുക്ക് അതുവരെ തടസ്സമായി തോന്നിയതിന്റെ ഒക്കെ യൂസ്ഫുൾനെസ് നമുക്ക് മനസ്സിലാവുന്ന പോലെ. നമ്മൾ ഒരു മുറിയിലേക്ക് പെട്ടെന്ന് കയറി, അവിടെ ഇരുട്ടാണ്, നമ്മൾ പലതിലും തട്ടിയും തടഞ്ഞും ഒക്കെ നടക്കും. ചിലത് നമ്മുടെ മുട്ടുവേദനിക്കും, ചിലപ്പോൾ നമ്മൾ വീഴും, നമുക്ക് തോന്നും ഇത് മുഴുവൻ തടസ്സമാണ്. ബട്ട് വൺസ് അവിടെ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് കസേരയാണ്, ഇത് മേശയാണ്, ഓരോന്ന് ഇന്ന സ്ഥാനത്തിരിക്കണോണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരങ്ങളുണ്ട്. അതായത് റിയൽ ട്രൂത്തിലേക്ക് ലൈറ്റ് വീശുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഇസ് തേർഡ് ഐ, അവർ റിയൽ ട്രൂത്ത് സ്പേസ്. ഈ ടൈം സ്പേസ് ബൗണ്ട് ആയിട്ടുള്ള ട്രൂത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക്, അവിദ്യ മാറി നമ്മൾ വിദ്യയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന കണ്ണാണ് തേർഡ് ഐ. വണ്ടർഫുൾ, താങ്ക് യു മാം. ഒരു ലാസ്റ്റ് ഒരു ക്വിക്ക് വൺ. ഈ വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സീറ്റ് ഓഫ് ദ ഹ്യൂമൻ സോൾ ഈ തൈമസ് ആണെന്ന് കേട്ടു, ബിറ്റ്വീൻ ദ ഹാർട്ട് ചക്ര ആൻഡ് ദ ത്രോട്ട് ചക്ര. ഇസ് ഇറ്റ്? ഐ ഹാവ് ഹേർഡ് ഇറ്റ് സംവെയർ. ആ ഒരു അതിനെയും സീറ്റ് ഓഫ് ദ ഹ്യൂമൻ സോൾ ആയിട്ട് പറയുന്നുണ്ടല്ലോ. തൈമസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഭാഗത്തിന് ഇതിനും ഇടയിലെ, ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ഹൃദയ ഇൻക്ലൂഡഡ് അല്ലേ? ഓക്കെ. ഇത്രയുള്ള സ്പേസ് നമ്മുടെ ഡയഫ്രത്തിനും ഈ ഷോൾഡേഴ്സിനും ഇടയിലുള്ള സ്പേസ് ആണ്. ഓക്കെ. ഇൻ ബിറ്റ്വീൻ ദാറ്റ്. ഓക്കെ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു. എല്ലാവരും ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ നമ്മള് കൃത്യമായിട്ടേ ആക്കിട്ടോ. ഓക്കെ, ലെറ്റ്സ് റിലാക്സ്. കണ്ണടകളൊക്കെ മാറട്ടെ. കണ്ണടയൊക്കെ ഊരി വെച്ച് സ്വസ്ഥമായി സുഖമായിരിക്കുക. വിരലുകൾ ക്ലാസ്പ് ചെയ്ത് കാലുകൾ ക്രോസ് ചെയ്ത് എത്ര സ്വസ്ഥമായിട്ടോ അത്രയും സ്വസ്ഥമായി നടുവ് നിവർത്തിയിട്ട് തലമെല്ലെ ഒന്ന് താഴ്ത്തി നെക്കിന് കംഫർട്ടബിൾ ആക്കി സുഖമായി ഇരിക്കുക. ശരീരം മുഴുവൻ ക്യുക്കായെന്ന് ശ്രദ്ധിക്കുക. കാൽവിരലുകൾ, പാദം, ആങ്കിൾസ്, കാഫ് മസിൽസ്, മുട്ട്, തൈസ്, ബട്ടക്സ്, ജെനിറ്റൽസ്,
whole hip area, lower back, middle back and upper back, shoulders, lower abdomen, puckle, belly button, upper abdomen, diaphragm, chest, lower chest, middle chest and upper chest, up to shoulders. ഷോൾഡേഴ്സിൽ നിന്ന് ശ്രദ്ധ മെല്ലെ അങ്ങനെ ഒഴുകി കൈകളിലേക്ക്, ആംസ്, എൽബോസ്, ലോവർ ആം, കൈകൾ, കൈകളുടെ വിരലുകൾ, തൊണ്ട, കഴുത്ത്, താടി, ചുണ്ടുകൾ, വായ, നാക്കിനെ റെസ്റ്റ് ചെയ്യുക, കവിളുകൾ, മൂക്ക്, കണ്ണ്, നെറ്റി, ഭ്രൂമധ്യം, തല, തലയുടെ പുറകുവശം, രണ്ട് ചെവികൾ, തലയുടെ ഉച്ചി വരെ. ശ്രദ്ധ മുഴുവനായും ഹോൾ ശരീരത്തിൽ, മുഴുവൻ ശരീരത്തിലും ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ കോശങ്ങൾ, തല മുതൽ പാദം വരെയും ശ്രദ്ധിക്കുക. സ്വസ്ഥമായിരിക്കുന്ന ഈ ശരീരത്തിനകത്തേക്ക് ഒഴുകിയെത്തുന്ന ശ്വാസത്തിനെ അറിയുക. ഉള്ളിലേക്ക് ഒഴുകി വരുന്ന ശ്വാസം, പുറത്തേക്ക് ഒഴുകി പോകുന്ന ശ്വാസം, അതറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ. ആന പാന സതി. വളരെ നേർമയായി നമ്മളിലേക്ക് ഒഴുകിയെത്തിയിരുന്ന ശ്വാസം. അത്ര തന്നെ നേർമയായി പുറത്തോട്ടൊഴുകുന്ന ശ്വാസം. ശ്വാസത്തിനോടൊപ്പം സഞ്ചരിക്കുക, ശ്വാസത്തിനോടൊപ്പം ഒഴുകുക. Just be with your breath.
അകത്തേക്കും പുറത്തേക്കുമായി ഒഴുകുന്ന ശ്വാസം അങ്ങനെ അറിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്ന നിശബ്ദത അറിയുക. സൈലൻസ്. ആഴത്തിലും പരപ്പിലുമായി വന്നു നിറയുന്ന എംപ്റ്റിനെസ് അറിയുക. ശൂന്യത. എംപ്റ്റി. ശുദ്ധശൂന്യം. ആഴത്തിൽ നിറയുന്ന ആ സ്വസ്ഥതയെ അറിയുക. മെല്ലെ ചിന്തകൾ വരുമ്പോൾ മെല്ലെ ശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മെല്ലെ ശ്രദ്ധ തേർഡ് ഐ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള സെൻസേഷൻസ്, അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. ജസ്റ്റ് ബി അറ്റ് യുവർ തേർഡ് ഐ സ്റ്റേറ്റ്. ഭ്രൂമധ്യം, രണ്ട് പിരികങ്ങൾക്കിടയിലുള്ള സ്പേസ്. അവിടെയുള്ള സെൻസേഷൻസ് അറിയുക.
മെല്ലെ ശരീരം മുഴുവനുള്ള സെൻസേഷൻസ് അറിയാൻ ശ്രമിക്കുക. എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം സെൻസേഷൻസ് ആണുള്ളത്? നെറ്റിയിൽ, തലയിൽ, മുഖത്ത് മുഴുവനായി, കഴുത്തിൽ, തൊണ്ടയിൽ, shoulders, chest, buttocks, back മുഴുവൻ, upper back, middle back and lower back, frontal, chest and abdomen, അടിവയറ് വരെ, അരക്കെട്ട്, genitals and buttocks, thighs, മുട്ടുകൾ, calf muscles, ankles, പാദങ്ങൾ. മുഴുവൻ സെൻസേഷൻസ് അറിയുക. ശരീരത്തിനെ മുഴുവനായി അറിഞ്ഞ് അതിലെ സെൻസേഷൻസ് അറിഞ്ഞ് അത് ആസ്വദിച്ചിരിക്കുക. ഞാൻ സത് ചിത് ആനന്ദമാണ്. എനർജി, കോൺഷ്യസ്നസ്, വിസ്ഡം. എനിക്ക് ഈ പ്ലാനറ്റ് അടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ ഇൻസ്ട്രുമെന്റ്സ്, അതിശയകരമായ കഴിവുകളുള്ള ഇൻസ്ട്രുമെന്റ്സ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഇമോഷൻസ്, എല്ലാത്തിനും ഒന്ന് വിറ്റ്നസ് ചെയ്യുക. I am eternal. The energy, ഒരിക്കലും നാശമില്ലാത്ത എനർജി. I am abundant storehouse of wisdom. എനിക്ക് വേണ്ട അറിവുകളെല്ലാം എന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ആവശ്യപ്പെടുന്നത്, ഉള്ളിലേക്ക് നോക്കൂ, അവനവനിലേക്ക് നോക്കൂ. I am the wisdom. I am consciousness. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ ചൈതന്യം എല്ലാം എന്നിലുണ്ട്. ഞാൻ എല്ലാത്തിലും.
Sat, Chit, Ananda. Energy, consciousness, wisdom. ആ എനിക്കുള്ള ശരീരം, ആ എനിക്കുള്ള മനസ്സ്, ആ എനിക്കുള്ള ഇമോഷൻ. ഇവയിലൂടെ ഞാൻ ഏറ്റവും എഫക്റ്റീവായി ഈ പ്ലാനറ്റ് എർത്ത് എക്സ്പ്ലോർ ചെയ്യുന്നു. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സ്ക്രിപ്റ്റ് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. മെല്ലെ ശ്വാസത്തിലൂടെ എനർജിയായ ഞാൻ ഖരാവസ്ഥയിലുള്ള സോളിഡിറ്റിയിലുള്ള ശരീരത്തിലേക്ക് വരിക, അറിവ് അതിലേക്ക് കൊണ്ടുവരിക, അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരിക. ശരീരത്തിലേക്ക് എൻ്റെ ശ്രദ്ധ വരുമ്പോൾ ഹൈറ്റൻഡ് ആയിരുന്ന എൻ്റെ എനർജി മെല്ലെ ശരീരത്തിന്റെ സോളിഡിറ്റിയിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അറിയുക. അങ്ങനെ സെൻസേഷൻസിന്റെ ഏറ്റവും വളരെ നേർത്ത തലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. ഓരോ കോശങ്ങളും ഇങ്ങനെ കൊച്ചു കൊച്ചു പൂക്കൾ വിരിയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വികാസങ്ങൾ. ശരീരത്തിലാകെ അറിയാൻ കഴിയുന്നു. മെല്ലെ കൈകാലുകൾ അനക്കി ഹോൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൈകൾ കൂട്ടിത്തിരുമി കണ്ണിൽ വെച്ച് വളരെ പതുക്കെ ലൈഫിലേക്ക് കണ്ണുറക്കുക. വളരെ സ്മൂത്തായി അവനവനെ തിരിച്ചു കൊണ്ടുവരിക. യെസ്. സോ സത് ചിത് ആനന്ദ. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ നാളെ കാണാം. ഇന്ന് നമ്മൾ വിജയകരമായി 10 മിനിറ്റ് സേവ് ചെയ്തിരിക്കുന്നു. ഫ്രീ 10 മിനിറ്റ് ഫ്രീ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. Thank you, ma'am. Thank you. Thank you, Shishi. Thank you, Didi. Bye. Thank you, ma'am. Thank you, ma'am. Thank you. Bye.